ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കലാഭവൻ നവാസിനെ ബോധരഹിതനായി കണ്ടെത്തിയത്. പ്രകമ്പനം സിനിമയുടെ അവസാന ഷെഡ്യൂളും പൂർത്തിയാക്കി ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കാനെത്തിയതായിരുന്നു. ചെക്കൗട്ട് സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ പോയി നോക്കിയപ്പോഴാണ് നവാസിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ചെക്കൗട്ടാന്ന് പറഞ്ഞിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് പറഞ്ഞിരുന്നു. 209-ലാണ് നവാസ് താമസിച്ചത്. അപ്പം പുള്ളി ചെക്കൗട്ട് ആകാത്തതിൻ്റെ പേരിൽ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല, ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല. അങ്ങനെ റൂം പോയി ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആൾ തറ കിടക്കുമായിരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോൾ അവിടെ വിളിച്ച് പറഞ്ഞ് അവരെത്തി ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആൾ ഒരു കുഴപ്പമില്ലായിരുന്നു. 8 മണിക്ക് തങ്ങളോടൊപ്പം ചിരിച്ചും കളിച്ചും കൂടെയുണ്ടായിരുന്നുവെന്ന് പ്രകമ്പനം സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞു. ഇപ്പോൾ രാവിലെ തൊട്ട് ഞങ്ങളൊക്കെ ആയിട്ട് കമ്പനിയായിട്ടൊക്കെ നടന്ന ആളാണ്. പിന്നെ വൈകുന്നേരം 5:30 ആയപ്പോൾ അദ്ദേഹം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഷൂട്ടിംഗ് പാക്കപ്പ് ആയപ്പോഴാണ് ഈ വിവരം അറിഞ്ഞ് ഭയങ്കര പ്രയാസമായി പോയി. അവസാനം പോകുന്ന സമയത്ത് പോകുന്നു പറഞ്ഞ് വളരെ കൂളായിട്ട് പോയതാണ്, നടന്നു പോയതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് നമ്മൾ 9:30 വരെ ഷൂട്ടുണ്ടായിരുന്നു. പിന്നീട് അപ്പോൾ അറിഞ്ഞത് അസുഖമൊന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായി. നവാസിന്റെ വിയോഗം വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് പൊന്നമ്മ ബാബു. നല്ല സഹപ്രവർത്തകനായിരുന്നു. നമ്മളെല്ലാം ഒരുപാട് ആസ്വദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു പിന്നെ ഞാൻ പുള്ളിയുടെ വൈഫൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര ഒരു അടുപ്പമുള്ള ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായിപ്പോയി, വിഷമമായിപ്പോയി. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്നയാളായിരുന്നുവെന്നും വർഷങ്ങളായുള്ള പരിചയമെന്നും നടൻ കലാഭവൻ ഷാജോൺ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പറയേണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. വളരെ ആരോഗ്യം നോക്കുന്ന, എല്ലാ കാര്യങ്ങളും നോക്കുന്ന, ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. നല്ലൊരു സ്നേഹിതൻ. എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ കലാഭവൻ മുതലുള്ള ബന്ധമാണ്. ഞാൻ കലാഭവനിൽ ചെല്ലുമ്പം 95-ലാണ്. അന്ന് മുതലൊക്കെ നവാസൊക്കെ നമ്മുടെ സീനിയറാണ്. അന്ന് മുതലുള്ള സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. ഏറെ നാളായി അടുപ്പമുള്ളയാളുടെ മരണവാർത്ത താങ്ങാൻ കഴിയുന്നില്ലെന്നും കലാലോകത്തിന് സൗമ്യനായ കലാകാരനെ നഷ്ടമായെന്നും അൻവർ സാദത്ത് MLA പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ ഞാൻ ചാനലിലൂടെ കേട്ടപ്പോൾ അത്ഭുതത്തോടെ കേട്ടത്. കാരണം ഞാനൊക്കെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്, എന്ത് കാര്യത്തിനും എല്ലാവരുമായി സഹകരിക്കുന്ന ആളാണ്, വലിയൊരു മനസ്സുള്ള ആളാണ്. മിമിക്രി ഷോകളിലൂടെയാണ് കലാഭവൻ നവാസ് സിനിമാ ലോകത്തിലേക്ക് എത്തുന്നത്. മലയാളികൾക്ക് നിരവധി ഹാസ്യ കഥാപാത്രങ്ങൾ സമ്മാനിച്ചാണ് നവാസ് ലോകത്തോട് വിട പറഞ്ഞത്. ന്യൂസ് മലയാളം, കൊച്ചി.